കരിയറിലെ മികച്ച കാലഘട്ടത്തിലൂടെയാണ് സുരഭി ലക്ഷ്മി ഇന്ന് കടന്നു പോകുന്നത്. പുതിയ ചിത്രം റൈഫിൾ ക്ലബിൽ സുരഭി ചെയ്ത വേഷം ശ്രദ്ധ നേടി. അജയന്റെ രണ്ടാം മോഷണം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷമാണ് റൈഫിൾ ക്ലബുമായി നടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ചെറിയ വേഷങ്ങളിൽ നിന്നും ഇന്ന് നായിക നിരയിൽ എത്തി നിൽക്കുന്ന സുരഭി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുണ്ട്. കരിയറിൽ സുരഭി കടന്നു വന്ന പാതകൾ ഏറെ ദുഷ്കരമാണ്. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്ന സുരഭിക്ക് തുടക്കകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. കാരവാനിൽ കയറിയതിന് ഡ്രൈവർ ചീത്ത പറഞ്ഞ സംഭവം ഇന്നും നടി ഓർക്കുന്നു. സിനിമയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇവിടെ വരെ എത്തിയതെന്നാണ് സുരഭി പറയുന്നത്. സെറ്റുകളിൽ പഴയതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ദേശീയ പുരസ്കാരം ലഭിച്ചതിനു ശേഷം ലഭിക്കുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു. അതേസമയം പ്രതിഫലത്തിൽ പുറത്തു പ്രചരിക്കുന്നത് പോലെ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ലെന്നാണ് സുരഭി പറയുന്നത്. ARMൽ ഓരോ നടീനടന്മാർ വാങ്ങിയ കാശിന്റെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. നിന്റെ നാക്ക് പൊന്നാകട്ടെ, പക്ഷെ കള്ളത്തരം പറഞ്ഞതിന് നീ നശിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞു. 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെയാണ് സുരഭി ലക്ഷ്മി വാങ്ങുന്നതെന്നാണ് പറഞ്ഞത്. നീ ഇത്രയൊക്കെ വാങ്ങിയല്ലേ എന്ന് പലരും ചോദിച്ചു. അത്ര വലിയ വ്യത്യാസം വന്നില്ലെങ്കിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് 1-2 ദിവസം കൊണ്ടല്ല. ചില ആൾക്കാർ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പണിയുമില്ല, ഒരു കത്രിക എടുക്കുന്നു, നാട മുറിക്കുന്നു, അത്രയുള്ളൂ എന്ന് പറയും. പക്ഷെ ഈ കത്രിക എടുത്ത് നാട മുറിക്കുന്ന നിലയിലേക്ക് എത്താൻ 10-20 വർഷത്തെ ഉറക്കം പോയിട്ടുണ്ടെന്ന് സുരഭി പറയുന്നു. എന്തെല്ലാം സഹനം കഴിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തമാശയായി മറുപടി നൽകും. അത്രയും വെറുപ്പിച്ചാലേ ഞാൻ എന്തെങ്കിലും പറയൂ. ഒരു ചാൻസ് കിട്ടിയാൽ മതി, ഞാൻ പൊളിക്കുമെന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒരുപാട് വെള്ളിയാഴ്ചകൾ കടന്നു പോകണം. ഇന്ന് കാണുന്നത് പോലെ ഒരു പ്രധാന നടനുണ്ടാകും. ബാക്കി എല്ലാവരും പുതിയ ആളുകളായിരിക്കും. അവരെ പിന്നീട് കാണില്ല. എന്നാൽ ഇവർ നടന്മാരായി പോകുകയും ചെയ്യും. സിനിമയൊന്നുമില്ലേ എന്ന ചോദ്യം കേട്ട് എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇപ്പോൾ പണിയൊന്നുമില്ല. 1.5 വർഷമായിട്ട് സിനിമയില്ല. ഏതെങ്കിലും വരണം എന്ന് പിന്നീട് തുറന്നു പറയാൻ തുടങ്ങിയെന്നും സുരഭി ലക്ഷ്മി വ്യക്തമാക്കി.